നിർമ്മലാജിക്ക് നമ്മൾ പൊറോട്ട കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. കാരണം അവരുടെ കണ്ണിൽ പൊറോട്ട ഒരു ലക്ഷറി ഐറ്റമാണ്. ഹോട്ടലിൽ പോയി ചപ്പാത്തി കഴിച്ചാൽ 5% GST, പക്ഷെ പൊറോട്ട കഴിച്ചാൽ 18% GST കൊടുക്കേണ്ടി വരും. ഈ വിവേചനം പൊറോട്ട മാത്രമാണ് നേരിടുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പോപ്കോൺ വാങ്ങാൻ പോയാൽ സാധാ പോപ്കോണിന് 5% GST, അതിൽ ഉപ്പിട്ടാൽ 12% GST കൊടുക്കേണ്ടി വരും. ഇനി ഇതേ പോപ്കോണിൽ ആക്കിയാലും കാരമൽ ആഡ് ചെയ്ത് കഴിക്കാൻ തോന്നിയാൽ 18% GST കൊടുക്കേണ്ടി വരും. ഒരു തേങ്ങ മുഴുവനായി വാങ്ങാൻ 0% GST ആണ് വരുന്നത്. അതിലെ വെള്ളം മാത്രം വാങ്ങി കുടിക്കാൻ 12% GST കൊടുക്കേണ്ടി വരും. ഇനി ആർക്കെങ്കിലും തേങ്ങാപ്പൂൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് 18% GST കൊടുക്കേണ്ടി വരും. ബുക്സ് വാങ്ങിയാൽ GST കൊടുക്കേണ്ടതില്ല. എന്നാൽ നോട്ട്ബുക്ക് ഒരു ലക്ഷറി ആയിട്ടാണ് 12% GST കൊടുക്കണം. അതായത് പഠിക്കാൻ പുസ്തകം വാങ്ങിയാൽ GST ഫ്രീ ആണ്. ആ പഠിച്ചത് എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന് തോന്നിയാൽ GST കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം പുറമെ EVയിലും സെക്കൻഡ് ഹാൻഡ് കാറിലും 18% GST സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽ ലക്ഷറി ആയിട്ടായി തോന്നുന്ന ഗോൾഡും ഡയമണ്ട് ജ്വല്ലറിയും നിർമ്മലാജിക്ക് ലക്ഷറി ആയിട്ടല്ല. 3 മുതൽ 5% GST കൊടുത്താൽ മതി. നിർമ്മലാജി GST ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറന്ന ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തു.